ഞാൻ ആദ്യമായിട്ട് ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പങ്കെടുത്തപ്പോൾ തന്നെ ഈ ധ്യാന ഗുരുക്കന്മാരൊക്കെ നിന്ന് ഭയങ്കര പ്രസംഗം, ആളുകളെല്ലാം ആവേശത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി എനിക്ക് ആവേശം മൂത്തു. ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി, അതുകൊണ്ട് സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു. പുറത്തേക്ക് ഇറങ്ങി ആദ്യം കുറച്ച് ദിവസമൊക്കെ ബാത്റൂമിനകത്ത് നിന്ന് പ്രസംഗം തുടങ്ങി. ധ്യാന പ്രസംഗവും സുവിശേഷം എല്ലാം ബാത്റൂമിനകത്ത് നിന്നുകൊണ്ട് നടത്താമെന്നു, യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാത്റൂമിന് പ്രത്യേക മാനസാന്തരമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഈ ശുശ്രൂഷ എങ്ങോട്ട് വ്യാപിപ്പിക്കണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടിന് കിട്ടിയത്. അവരെ കൂട്ടി ഞാൻ വലിയൊരു ധ്യാനം സംഘടിപ്പിച്ചു. പ്രിയമുള്ളവരെ, ധ്യാന ശുശ്രൂഷകളുമൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിച്ച് പല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സുവിശേഷ ശുശ്രൂഷ വ്യാപിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ധ്യാനമൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. പ്രിയമുള്ളവരെ, ധ്യാനം നടന്ന് തീർന്നു. ധ്യാന ഗ്രൂപ്പ് പൊട്ടി തകർന്ന് എല്ലാം 4 വഴിക്കും പോയി. അതിലുണ്ടായിരുന്ന ഞാൻ മാത്രമേ ഇപ്പം അവശേഷിച്ചിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഈ ധ്യാനം സംഘടിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന പ്രാർത്ഥനകൾ, രാത്രിയിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ, ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ദർശനങ്ങൾ ഇതായിരുന്നു. ഇതാ അനേകായിരം പേര് വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരാൾ പറയും. അപ്പോൾ ഒരാളൊക്കെ വേറൊരു കാര്യം കാണുന്നു. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന നല്ല പരിശുദ്ധാത്മാവുള്ള ഒരു പയ്യൻ, നമ്മുടെ ധ്യാനമൊക്കെ കൂടിയൊരു പയ്യനാണ്. അവനൊരു ദർശനമുണ്ടായി. എന്താണെന്നറിയോ? ഇതാ ഞാനൊരു വെള്ള കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. സൈക്കിൾ പോലും ഇല്ലാത്ത കാലത്താണ് വെള്ള കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ദർശനം കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതോടുകൂടി നമ്മൾ കൂടുതൽ സമർപ്പണം നടത്തി. പ്രിയമുള്ളവരെ, വെള്ളക്കാർ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഉള്ള കാശും കൊണ്ട് യുവന്മാരെല്ലാം സ്ഥലം വിട്ടു. ദർശനം പറഞ്ഞവരെല്ലാം കാശും കൊണ്ട് സ്ഥലം വിട്ടു. അതിനുശേഷം എന്നോട്, അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കുപ്പായിട്ട് കാണുന്നു, കുപ്പായി ഇടാതെ കാണുന്നു, അങ്ങനെ പലരും പല രീതിയിൽ കാണുന്നു. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഇതാ കുപ്പായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്, ഇങ്ങേരെ അച്ഛനായിട്ട് വരുമ്പം ഞങ്ങളുടെ പള്ളിയിൽ നമുക്ക് ആദ്യത്തെ ധ്യാനം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ വൈദികനായി പുറത്തിറങ്ങി. ആ കാലങ്ങളിൽ ഒന്നും വെള്ളക്കാരും കിട്ടിയില്ല, ധ്യാനവും നടത്തിയില്ല, ധ്യാനം നടത്താൻ ചെന്നിടത്താരും സ്വീകരിച്ചുമില്ല. അനേകം സ്ഥലങ്ങളിലും തിരസ്കരിക്കപ്പെട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും മാനസാന്തരപ്പെട്ടിട്ട് പോയി. അനേകം രോഗികളുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് രോഗശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിനനുസരിച്ച് രോഗം കൂടിക്കൂടി വരികയാണ്. ഒരു മനുഷ്യന് സൗഖ്യം ഉണ്ടാകുന്നില്ല. അവസാനം ഞാൻ പിന്നെ ഈ പാട്ടുപെട്ടി പതുക്കെ മടക്കി. അങ്ങനെ ഇതാ വൈദികനായി ആദ്യം എന്നെ ഒരു പള്ളിയിലേക്ക് വിട്ടു. എങ്ങോട്ടാണ് വിട്ടെന്നറിയോ? പ്രിയമുള്ളവർ, ഈ ചെറുപ്പക്കാരൻ ഏത് പള്ളിയിൽ ആദ്യമായി ധ്യാനം നടത്തണമെന്ന് പറഞ്ഞോ അതേ പള്ളിയിൽ ഞാൻ വികാരിയായി ചെന്നു. അവിടെ ധ്യാന കേന്ദ്രം തുടങ്ങി. അപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനം വർഷങ്ങൾ കൊണ്ടാണ് നിറവേറ്റുന്നത്. ആവേശം കൊണ്ടതുകൊണ്ട് വഴി സംഭവിച്ചെന്താണ്? കയ്യിലെ കാശും പോയി, നിരാശയുണ്ടായി, ദുഃഖങ്ങളുമുണ്ടായി, മനപ്രയാസം ഉണ്ടായി, ബന്ധങ്ങളും തകർന്നു, എല്ലാം തകരാനിടയായി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ എന്ത് ചെയ്യണ്ട, തിടുക്കം കൂട്ടണ്ട, വേഗം ഓടാൻ ശ്രമിക്കണ്ട. എന്ത് ചെയ്താൽ മതി? കർത്താവ് നിന്റെ മുമ്പിൽ നടക്കുന്നുണ്ടോ എന്ന് നീ പരിശോധിച്ച് നോക്കുക. അപ്പോൾ പ്രിയമുള്ളവര്, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ആദ്യം സ്കാൻ ചെയ്ത് നോക്കേണ്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണ്? നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയം ദൈവം, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരാലയമായി പണിതുയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആലയമായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ പിൻകാവൽക്കാരനായും മുൻകാവൽക്കാരനായും നമ്മളെ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അവന് ഒരിടമുണ്ടാവണം, അവന് താമസിക്കാനൊരു സ്ഥലമുണ്ടാകണം. ഒരു ക്രൈസ്തവൻ അതിനൊരു സ്ഥലം രൂപവൽക്കരിക്കണം. ആ സ്ഥലമാണേത്? നമ്മുടെ ഹൃദയം. അതുകൊണ്ടാണ് മർക്കോസ് 7:20-21 ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ
അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, എല്ലാത്തിൻ്റെയും റൂട്ട്, നമ്മുടെ ജീവിതത്തെ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നടക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിൻ്റെയും റൂട്ട് എവിടെ നിന്നാണ് പോകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ 17:9 ഹൃദയത്തിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ്? ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. ഹൃദയം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും നമുക്ക് പോലും നമ്മുടെ ഹൃദയത്തെ വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മളെ പോലും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? വഞ്ചിക്കും. നമ്മളെ പോലും നമ്മുടെ ഹൃദയം വഞ്ചിക്കും. ഒരിക്കൽ ഒരൊറ്റ മകള് മാത്രമുള്ള ഒരപ്പനും അമ്മയും, ഒറ്റ മകളേ ഉള്ളൂ. ആ പെൺകുട്ടിയാണെങ്കിൽ നല്ല ദൈവഭക്തിയുള്ള പെണ്ണ്, നല്ല പ്രാർത്ഥനാ ജീവിതം, നല്ല മാതൃകാ ജീവിതം. അങ്ങനെ അവൾ പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ ചെന്നപ്പോഴൊക്കെ ചുറ്റുപാടുമുള്ള കൂട്ടുകാരികളെയൊക്കെ കാണുമ്പോൾ ഇതാ പാപജീവിതം നയിക്കുന്നവരെ കാണുമ്പോൾ അവൾക്ക് മനസ്സിനകത്ത് ഭയങ്കര സങ്കടം വരും. അതുകൊണ്ട് ആൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ, സിഗരറ്റൊക്കെ വലിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ അവൾ ചെന്ന് എങ്ങനെ ഉപദേശിക്കും? നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്, അതുകൊണ്ട് ഈ പുക വലിച്ച് അത് നശിപ്പിക്കരുത്. ഇത് കേട്ട പലരും മദ്യപാനം ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു. അങ്ങനെ അവരവരുടെ ജീവിതം ക്രമീകരിച്ചു. അങ്ങനെ അവൾ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കെ പുകവലിയും മദ്യപാനം ഉപേക്ഷിച്ച് ഒരു ചെറുപ്പക്കാരനെ ഓർത്തു, സത്യത്തിൽ എൻ്റെ ജീവിതത്തിന് ഇത്രയും വലിയ മാറ്റങ്ങൾ വരുത്തിയ പെണ്ണാതാ ഈ പെണ്ണ, അതുകൊണ്ട് ഈ പെണ്ണിനെ അങ്ങ് കെട്ടിയാൽ സത്യത്തിൽ പിന്നെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്നൊരു ചിന്ത അവനെ അങ്ങ് ഭരിച്ചു. അവൻ കയറി ഈ പെണ്ണിനെ സ്നേഹിച്ചു. സ്നേഹം കിട്ടിയപ്പോൾ പ്രിയമുള്ളവരെ, അവളും അറിയാതെ സ്നേഹിച്ചു പോയി. അവസാനം വീട്ടുകാർ കല്യാണം ആലോചിക്കുമ്പോഴെല്ലാം ഇവൾ വേണ്ട എന്ന് പറയും. അവസാനം പ്രിയമുള്ളവരെ, വീട്ടുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അവൾ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ വേറെ ഒരാൾ ഉണ്ട്. പേരൻസ് തീർത്ത് പറഞ്ഞു, ഒരിക്കലും ഇത് നടക്കുകയല്ല, നീ അല്ലെങ്കിൽ ഇറങ്ങിപ്പോണ്ട് വിടുന്നു, ഞങ്ങളെ നീ വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. അങ്ങനെ ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, നീ സത്യത്തിൽ നിന്റെ പേരൻസിനോട് ഒരു പെണ്ണേ ഉള്ളൂ, അപ്പനും അമ്മയും നിന്നെ നോക്കിയാണ് ജീവിക്കുന്നത്, നീ ഇവരെ ഓർക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവൾ എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് എന്നെ ചതിച്ചു. ഉണ്ടോ? ഇതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ നോക്കി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എൻ്റെ ചിന്ത എന്താണ്? നിങ്ങളുടെ മനസ്സൊക്കെ നല്ല മനസ്സാണെന്ന്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെ ചിരിച്ചു കാണിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ നമ്മളോട് സ്നേഹമുള്ളവരാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന കൂട്ടത്തിലായിരിക്കും നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മനസ്സ് തുറന്ന് വല്ലതും പറഞ്ഞാൽ ഇവന്മാർ മൊബൈൽ ഫോണിനകത്ത് റെക്കോർഡ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള പരിപാടിയുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇന്ന് ഏതെങ്കിലും മനുഷ്യനോട് വർത്തമാനം പറയാൻ പറ്റുമോ? വർത്തമാനം പറയാൻ പറ്റിയ. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ പുറമേ ഉള്ള സംഭവങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. നമുക്ക് ആകെപ്പാട് ഇത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കുമ്പസാരം മാത്രമാണ് യഥാർത്ഥ ഹൃദയം തുറന്നു വെക്കുന്നത്. അത് തന്നെ ഒരു ചെറിയ മാർജിനിട്ടാണ് പറയുന്നത്. കാരണം വലിയ പിടി വീഴാത്ത രീതിയിലുള്ള മാർജിനിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്ക് ഹൃദയം മറ്റൊന്നിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതാണ്. അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? അതുകൊണ്ട് ഈ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒന്ന് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഹൃദയം വിശുദ്ധീകരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹൃദയം ശുദ്ധമാകും. ശുദ്ധമായി കഴിയുമ്പോൾ യോഹന്നാൻ 14:21 മുതൽ 23 വരെയുള്ള വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ഞാൻ എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാകാൻ ഇടയായിത്തീരും. അങ്ങനെ മനസ്സിലാകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ തിരുവചനം കേൾക്കാൻ വരുന്നത്. തിരുവചനങ്ങൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ ആഗ്രഹം തോന്നുന്നത് അപ്പോഴാണ്.
ഇനി അടുത്ത കാര്യം നിങ്ങൾ നടക്കണം. അത് നടന്നിട്ടില്ല, ഇനി നടക്കണം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ, ഒരു ക്രൈസ്തവൻ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ എൻ്റെ വാക്കുകൾക്ക് ജീവിതത്തിൽ വില കൊടുക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുക മാത്രമല്ല, പ്രിയമുള്ളവരെ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു വചനത്തിന് വേണ്ടി ഒരു നിലപാടെടുത്താൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ക്രൈസിസ് വന്നു, നിങ്ങളൊരു നിലപാടെടുത്ത് നോക്കി, ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുത്ത് നോക്കി, നിങ്ങൾ പ്രിയമുള്ളവർ, നിങ്ങളെ ദൈവം ബഹുമാനിക്കും, നിങ്ങളെ സ്നേഹിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ വന്ന് വാസമുറപ്പിക്കും എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം സ്വർഗരാജ്യമായി മാറും, ദൈവം ഇറങ്ങി വസിക്കുന്ന ഇടമായി മാറും. ഈ ധ്യാന കേന്ദ്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഇതാണ്. ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നിങ്ങൾ നിരന്തരം ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വായിക്കണം. വായിക്കുന്ന വചനത്തോട് വിശ്വസ്തനായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങണം. അതോടുകൂടെ പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ നെഞ്ചിനകത്തിരിക്കും, ഹൃദയത്തിലിരിക്കും. അങ്ങനെ ഇരുന്നാലോ യോഹന്നാൻ 7:37 നടക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്ന, എൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന, എൻ്റെ വചനം പാലിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള അരുവി അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ, ഒരു ക്രൈസ്തവന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. അപ്പോഴാണ് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവവചനം പാലിച്ചാൽ ആര് വന്ന് വാസം ഉറപ്പിക്കൂടെ? ദൈവം വന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് എന്തായി തീരും? ഒരു ദൈവാലയമായി മാറും. നിങ്ങളുടെ ഹൃദയം ഒരു സക്രാരിയും നിങ്ങളുടെ ഭവനം ഒരു ദേവാലയവുമായി മാറും. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പം പറയും, സത്യത്തിൽ ഈ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സമാധാനം. നമ്മളൊന്നും കൊടുത്തു കാണുകയില്ല. അവർ പറയും, ഈ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര സമാധാനം, ഈ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ആളുകൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും, പ്രിയമുള്ളത്, ഫീൽ ചെയ്യും. എന്നാൽ പിശാച് ഇതുപോലെ തന്നെ സാത്താൻ്റെ വഴികൾ അനുസരിച്ച് ജീവിക്കുക, മന്ത്രവാദത്തിന് പോവുക, അഭിചാര പ്രവൃത്തികൾ ചെയ്യുക, ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിൽ ആദ്യം പിശാച് കയറും. അത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെന്താ? നമ്മുടെ ഹൃദയം സക്രാരിയാകും. ആരുടെ? സാത്താൻ്റെ സക്രാരി. നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോൾ ആളുകൾക്ക് അവിടെ ഇരിക്കാൻ തോന്നുകയില്ല. എന്തിനേറെ നമുക്ക് പോലും നമ്മുടെ വീട്ടിൽ കയറുമ്പം ഒരു സ്വസ്ഥതയില്ലായ്മ. എന്താണ്? വീട്ടിലോട്ട് കയറുമ്പം ഒരു ഭയങ്കര ഭാരം. വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കുകയില്ല. എന്താണ്? സാത്താൻ റിയലായിട്ട് നമ്മുടെ വീട്ടിൽ വസിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഒരു കാര്യവും നടക്കുകയില്ല. കുറേ ലക്ഷണങ്ങളുണ്ട് പിശാച് നിങ്ങളുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ. പ്രിയമുള്ളവരെ, ഒന്ന്, ആ വീട്ടിൽ 2 പേര് തമ്മിൽ എപ്പോഴും വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ലാതെ. അതാണ് ഒരു ലക്ഷണം. സാത്താൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ പാലിക്കുക, അഥവാ ദൈവ കൽപ്പനകൾ ലംഘിക്കപ്പെട്ടാൽ, പ്രത്യേകിച്ച് 1-ാം കൽപ്പന. എന്താണ് 1-ാം കൽപ്പന? ഞാനാണ് ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഈ കൽപ്പന ലംഘിച്ച് വിഗ്രഹാരാധനയിലൂടെയോ മറ്റു പാപങ്ങൾ ചെയ്ത് നമ്മുടെ ഭവനത്തെയോ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഒന്ന്, പിശാച് വീട്ടിലേക്ക് കയറും, അവിടെ കയറി ഇരിപ്പ് തുടങ്ങും. അതോടുകൂടി വീട്ടിൽ 2 പേര് തമ്മിൽ എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യവും വേണ്ട. എന്താണ്? ഒരു ചെറിയ കാര്യം മതി. ഒരു ഇല അവിടെ കിടക്കുന്നു, അത്രയും മതി.
നമ്മൾ പറയും, ഭർത്താവ് പറയും മുറ്റത്തല്ല ഇലയാണ്. ഉടനെ ഭാര്യ പറയും ഞാനിപ്പോൾ അടിച്ചിട്ടേച്ച് പോയതാണ്. അത് മതി അടി കൂടാനായിട്ട്. അപ്പോഴത്തേന് ആ പുള്ളിക്കാരൻ പറയും ഞങ്ങളുടെ അമ്മയുടെയൊക്കെ കാലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒരൊറ്റ ഇല പോലും വീഴുകയില്ല, അമ്മ ചൂലുമായിട്ട് എപ്പോഴും നിൽക്കുക. അന്നേരം പറഞ്ഞാൽ ഇനി അടുത്ത ഞായറാഴ്ച അങ്ങോട്ടെല്ലാം ശവക്കോട്ടെ ചെന്നു വിളിച്ചോണ്ട് വരാൻ പറയും. അവിടെ തുടങ്ങും അടി. നമ്മളെന്ത് ചെയ്യാണ്, മുറിയുടെ വാതിക്കെ പോയിരുന്നുണ്ട് കൊട്ടാരിക്കും, എടി സ്കൂളിൽ പോകാൻ സമയമായി, എവിടെയാ ബാത്റൂമിൻ്റെ വാതിക്ക്. ഉടനെ അവളവിടെ നിന്ന് പറഞ്ഞു തള്ളയുടെ പണി പോയി നോക്ക്, മതി, അടി തുടങ്ങും. ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വലിയ വഴക്കുണ്ടാകുകയും എപ്പോഴും രണ്ടുപേര് തമ്മിൽ ഒരു വീട്ടിൽ മിണ്ടാതിരിക്കും. അപ്പോൾ ഓർത്തോണം, നിങ്ങളുടെ വീട്ടിൽ ആരുണ്ട്? സാത്താനുണ്ടെന്ന് മനസ്സിലായി. 2, എന്തുമാത്രം പൈസ കിട്ടിയാലും തികയുകയില്ല. 10,000 കിട്ടിയാൽ 25,000 രൂപയുടെ ചെലവ്, 10 പൈസ മിച്ചം കാണുകയില്ല. 1 കോടി രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ 2.5 കോടി രൂപ കയ്യിൽ നിന്ന് പോകും. എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ മേല. പല ആളുകളും പറയും എന്തോരം ബിസിനസ്സാണ് നടക്കുന്നത്, എന്നിട്ട് ഇവരുടെ കയ്യിൽ ഇവർ കാശ് മുഴുവൻ പൂഴ്ത്തി വെച്ചിരിക്കുക. സംഭവം എന്താണെന്നറിയോ? ഇതാ നിങ്ങളുടെ സഞ്ചിക്ക് ഓട്ട വീണിരിക്കുക. സാത്താൻ അത് മുഴുവൻ എന്ത് ചെയ്യും? പലതരത്തിൽ തകർത്ത് കൊണ്ടും. ഇനി അടുത്തെന്താണെന്നറിയോ പ്രിയമുള്ളവരെ? നിങ്ങളുടെ വീട്ടിൽ ഇതാ ഒരു പരിപാടിയും ചെയ്യാൻ ആഗ്രഹിച്ചാൽ നടക്കുകയില്ല. നമ്മൾ ചിന്തിക്കുകയാണ്, ഈ വീട്ടിലെ ചുക്കിലെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പ്രിയമുള്ളവരെ 2 വർഷം കഴിഞ്ഞാൽ പോലും നടക്കുക. നിങ്ങളുടെ വീട്ടിലെ പുസ്തകമെല്ലാം നിരന്ന് കിടക്കുകയാണ്, ഇതെല്ലാം ഒന്ന് പെറുക്കി അടുക്കി വെക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയല്ലാതെ ആ കിടക്കുന്ന കിടപ്പിൽ കിടന്നാൽ അതൊന്ന് നേരെയാക്കി വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. ആരോ നമ്മളെ കയറി വട്ടം പിടിച്ചതുപോലെ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യത്തില്ല. അടുത്ത ലക്ഷണം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രിയമുള്ളവർ ഒന്നും ചെയ്യാൻ തോന്നുകയില്ല. തലയ്ക്കൊരു കനവായിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു കാര്യത്തിന് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുകയില്ല. പിള്ളേർക്ക് പഠിക്കാൻ തോന്നുകയില്ല, ഭർത്താവിന് ജോലി ചെയ്യാൻ പോകാൻ തോന്നുകയില്ല, ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം തോന്നുകയില്ല. ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ വീടിനെ കയറി ഭരിക്കാൻ തുടങ്ങും. അതാണ് അടുത്ത ലക്ഷണം. ഇനി അടുത്ത ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, വീടിന് പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു കുഴപ്പമില്ല. വീട്ടിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത അവസ്ഥ. പിന്നെ എത്ര ശ്രമിച്ചാലും ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഇന്ന് പ്രാർത്ഥിച്ചേക്കാവുന്ന ഓർത്തെല്ലാം പുസ്തകമൊക്കെ എടുത്തങ്ങോട്ട് വെക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ആരെങ്കിലും ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരും. പ്രാർത്ഥന നടക്കുകയില്ല വീട്ടിൽ. ഇതാണ് അടുത്ത ലക്ഷണം. അപ്പം നമ്മൾ വിചാരിക്കും അച്ഛനെ വിളിച്ചൊന്ന് വീട് കൂതാശ ചെയ്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ അച്ഛനെ വിളിച്ച് വീട് കൂതാശ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ അച്ഛന് അന്നേരമായിരിക്കും വയറ്റ് വേദന വന്നതുകൊണ്ട് അച്ഛൻ പറയൂ എനിക്ക് വയറ്റ് വേദന പെട്ടെന്ന് വരുന്നതുകൊണ്ട് ഞാൻ നാളെ വരാമെന്ന് പറയും. നമ്മുടെ ഒരാൾ പ്രിയമുള്ളവരെ 7-8 കോടി രൂപ മുടക്കിയാണ് ഇവർ വീട് പണിത്. 8 കോടി രൂപ മുടക്കി വീട് പണിത ശേഷം പ്രിയമുള്ളവരെ പണിത് തീരാറായപ്പോഴാണ് ഒരാൾ വീട് കണ്ടിട്ട് പറഞ്ഞത്, ഈ വീട് ഡയറക്റ്റായിട്ട് വരുമ്പോൾ വീടിന് നടുക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ലക്ഷണം ഒക്കുകയല്ലെന്ന്. അതനുസരിച്ച് അവർ വീടിൻ്റെ വാതിക്കൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി നടുക്ക്. എന്നിട്ട് ഇങ്ങനെ കല്ലൊക്കെ പെറുക്കി ഇട്ടിട്ട് വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, അച്ഛൻ കൂതാശയ്ക്ക് വേണ്ടി അങ്ങോട്ട് ചെന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് നടക്കുകയും ആദ്യമേ വെള്ളം കലമായിട്ട് ഈ കുഴിക്കകത്ത് പോയി. ഉണ്ടായ സംഭവമാണ്. അതോടുകൂടി അവർക്ക് മനസ്സിലായി വീടിനകത്ത് പിശാചുണ്ടത്. എന്തായാലും പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവരിവിടുന്ന് വട്ടം ചുറ്റി ഇവിടെ വന്ന് അവസാനം എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞ് കുറച്ചുനാൾ കഴിയട്ടെ നിങ്ങൾ വന്ന് ധ്യാനം കൂടെ വചനം കേൾക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും പലരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്നു. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെന്ന് വീട് പ്രാർത്ഥന കഴിഞ്ഞ വെച്ചാൽ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചെന്ന് ഈ കുഴിക്കകത്ത് വേണ്ടിയായിരുന്നു. പുള്ളി എന്ത് ചെയ്യാണ്, ഇങ്ങനെ നിൽക്കുക, അച്ഛ തിരുമേനി കുഴിക്കകത്ത് പോകരുത്. അവസാനം എന്തായാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് ചോദിച്ചു, ഈ കുഴി ഇവിടെ വേണോ അതോ മൂടണോ എന്ന് ചോദിച്ചു. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിനകത്ത് എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ? അന്നേരം ആ പെണ്ണുമ്പിള്ള പറയാണ്, വീടിനകത്തില്ല, പുറത്ത് 4 മൂലയിലും കുഴിച്ചിട്ടിട്ടുണ്ട്. എന്താണ് ഈ മന്ത്രവാദികളൊക്കെ തരുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് അവിടെ ഇവിടെയെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് 4 മൂലയിലും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് നല്ല വീടാണ്, ഒരു കുഴപ്പവുമില്ല, കോൺട്രാക്ടറും നല്ലതാണ്, പക്ഷേ നിങ്ങളത്ര നല്ലതല്ല, നിങ്ങളാൾ ശരിയല്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് ഇത് കുഴിക്കുക എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ മാറുക എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ പുറകിലൊരു ബാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിൻ്റെ പുറകിൽ ബാർ, കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമൊരു സ്ഥലം. ഞാൻ പറഞ്ഞു ഈ വീട് നന്നാകാൻ വളരെ പാടാണെന്ന് പറഞ്ഞു പോന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളാത്ത ഭവനങ്ങളുണ്ട്.
മദ്യപാനി നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഭവനമാണോ, ആ വീട്ടിൽ യേശു ഉണ്ടാകുകയില്ല. അതുപോലെ പാപം ചെയ്തിട്ടുള്ള വീടാണോ, ആ വീട്ടിൽ യേശു ഉണ്ടാകുകയില്ല. അതുപോലെ ദൈവകൃപയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഭവനങ്ങളിൽ യേശു വസിക്കുകയില്ല. അപ്പോൾ നമ്മൾ പശ്ചാത്തപിക്കണം, മാപ്പി ചോദിക്കണം, വീട് കൂദാശ ചെയ്യണം. എന്നിട്ട് വീട്ടിൽ യേശുക്രിസ്തുവിന് വിരുദ്ധമായതൊന്നും പ്രവേശിക്കുന്നില്ല എന്ന് നമ്മളെന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ദൈവകൽപ്പനകൾ കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ബന്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ദൈവം ഇറങ്ങി വന്ന് വസിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറുമ്പോൾ രോഗശാന്തി ഉണ്ടാവും. അത് നമ്മുടെ മഹിമ കൊണ്ടല്ല, യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇവിടെ അനേകം പേർക്ക് ദൈവാനുഗ്രഹങ്ങൾ ഇവിടെ വന്നു പോകുമ്പോൾ കിട്ടുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ദേവാലയം ഉപയോഗിക്കുക, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രം ദേവാലയം ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, ദേവാലയത്തെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആ ദേവാലയത്തിൽ എപ്പോഴും ഉണ്ടാകും. ആദരവോടെ നമ്മൾ ആ ദേവാലയത്തിലേക്ക് ദൈവത്തെ തേടി വന്നാൽ ദൈവത്തെ കൊണ്ടേ പോകൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അപ്പോൾ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ഒരു ആലയമായി മാറും. ഇതിന് പറയുന്ന പേരാണ് പുണ്യപൂർണ്ണതയിലെത്തുക. കണ്ടോ, യോഹന്നാൻ 14:23, എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, വളരെ സമ്പന്നമായ കുടുംബത്തിൽപ്പെട്ട 2 പിള്ളേർ. അവർ വളർന്നു വലുതായി വന്നു. അങ്ങനെ വളർന്നു വരും. അവർ ഭയങ്കര സമ്പന്നരായിരുന്നു. കൊച്ചി ടൗണിൻ്റെ നടുക്ക് അവർക്ക് വീടുണ്ട്. ഞങ്ങളൊരിക്കലും ആ വീട്ടിൽ പോയി താമസിക്കാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾ ധ്യാന ടീമും മൊത്തം അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവരൊരു സംഭവം എന്നോട് പറഞ്ഞു. അവരുടെ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അപ്പോഴാണ് സ്കൂളിൽ, നല്ല സ്കൂളിലെ ഏറ്റവും ടോപ്പാണ് ആ കുട്ടി. അങ്ങനെ പഠിക്കാനായിട്ട് ചെന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രിൻസിപ്പൾ, നന്നായി പാട്ട് പാടും ഈ പെൺകുട്ടി. അപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഈ പ്രാവശ്യത്തെ ആർട്സ് ഫെസ്റ്റിവലിന് ഏതോ ഒരു പ്രത്യേക കീർത്തനം പാടാൻ വേണ്ടിയിട്ട് അവളെയാണ് നിയോഗിച്ചത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ യേശുവിനെ അല്ലാതെ വേറെ ആരെയും പ്രൈസ് ചെയ്തുകൊണ്ട് പാടുകയില്ല. അതാണ് അവളുടെ തീരുമാനം. അവളുടെ പേരൻസ് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ പ്രിൻസിപ്പൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. പ്രിൻസിപ്പൾ പറഞ്ഞു, നടക്കുകയില്ല, നിന്നോടൊരു കാര്യം ഓർഡർ ചെയ്താൽ അത് നടന്നിരിക്കണം. പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പേരൻസിനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, പേരൻസ് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതുകൊണ്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞു ബുദ്ധിമുട്ടാണ്. അത്രയും ഉയർന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൾ, പ്രിയമുള്ളവർ, പെട്ടെന്ന് അങ്ങോട്ട് വയലൻ്റായി. അദ്ദേഹം എന്ത് ചെയ്തു? പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നു. ദേഷ്യം കൊണ്ട് സഹിക്കാതെ ദേഷ്യം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ട് അയാളെ മേശക്കിട്ട് ഒരൊറ്റ ഇടി വെച്ച് കൊടുത്തു. മേശ മറിഞ്ഞ് താഴെ പോയി. ആ സമയത്ത് കസേരയും കൂടെ മറിഞ്ഞു വീണു. അപ്പോഴാണ് പേരൻസ് പലരും അവിടെ നിൽപ്പുണ്ട്. അവർ വണ്ടറടിച്ച്, ദൈവമേ, ഇത്രയും വലിയ സ്കൂളിൽ ഒരു പ്രിൻസിപ്പൾ ഇതുപോലെ മോശമായി ബിഹേവ് ചെയ്യുമോ? അവരെല്ലാം മുഖത്ത് കൈവച്ച്. അപ്പോൾ പുള്ളിക്കാരന് തോന്നി, ഇത് നാണക്കേടായി പോയല്ലോ ഞാനിങ്ങനെയെല്ലാം ചെയ്തത്. ഉടനെ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്ത്, പെട്ടെന്ന് പേരൻസിനോടെല്ലാം സോറി പറഞ്ഞ ശേഷം പെട്ടെന്ന് പോയി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയുടെ കാലേ തൊട്ട് പറഞ്ഞു സോറി. അതോടുകൂടി പെണ്ണ് പേടിച്ചു പോയി. എന്താ സംഭവിച്ചൊന്നും അറിഞ്ഞില്ല. അതിനുശേഷം, പ്രിയമുള്ളവരെ, അവൾ അവിടുന്ന് വീണ്ടും ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോയി. ബാംഗ്ലൂർ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവർ, ബാംഗ്ലൂരെ വലിയ സ്കൂളിലെ കുട്ടികളിൽ പലരും, പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു, ആൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കാൻ പോകുന്നു, മുറി കൊണ്ടുവച്ച് ചെറിയ കുപ്പി വെച്ച് പൊട്ടിച്ച് കഴിക്കുന്നു, ചിലരൊക്കെ ചെറിയ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എല്ലാവരും. എല്ലാവർക്കും ബെൻസ് കാറും മറ്റൊക്കെ കൊണ്ടിറക്കുന്ന അങ്ങനെയൊക്കെയുള്ള പരിപാടി നടക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ വളരെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന ഈ പെൺകുട്ടി ഇതാ വളരെ സിമ്പിളായിട്ട് രാവിലെ പോയി കുർബാനയിൽ കൂടും. കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറേ നേരം അവൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകും, പഠിക്കും. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ അവൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പ്രെയർ ലൈഫ് കണ്ട് പലരും ചോദിച്ചു, നിന്റെ ജീവിതത്തിന് ഈ അർത്ഥം എന്താ? എന്തിനിങ്ങനെ ജീവിക്കുക? എടി, ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കണം, അടിച്ചു പൊളിക്കണം. നമ്മുടെ യുവത്വം
നമുക്ക് എന്തിനേലുമൊക്കെ ഉപയോഗിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അതിനോടൊക്കെ ശിലാതുല്യമായ നിലപാടാണ് എടുത്തത്. അവളൊന്നും സ്വീകരിച്ചില്ല. അവൾ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. എന്നും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു. ഇത് തുടരുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ, കുട്ടികളുടെ എല്ലാം മുമ്പിൽ ഇവിടെ പരിഹാസ വിഷയമായി മാറിക്കൊണ്ടിരുന്നു. കുട്ടികൾ അവളെ പരിഹസിക്കുന്നു, പലരും അവളുടെ തലക്കെട്ട് ഞോടുന്നു, എല്ലാത്തിനും അപഹസിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. അപ്പോഴും അവളെന്ത് ചെയ്തു? ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രിയമുള്ളവരെ, കന്യാസ്ത്രീമാർ ഇതാ ചാപ്പലിൽ വെച്ച് ആ വർഷത്തെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡറെ തിരഞ്ഞെടുത്തു. അത് ഈ പെൺകുട്ടിയായിരുന്നു. സിസ്റ്റർമാർ നോക്കിയപ്പോൾ നല്ലോണം പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഈ പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത്. ആ പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയാണ്. അവർ തന്നെ വേണം ഒരു പ്രയർ ചെറിയൊരു ധ്യാനം പോലെ പ്രയർ റെഡിയാക്കിക്കൊണ്ട് വരണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു പാട്ട്, പ്രാർത്ഥന, ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ട്. അങ്ങനെ അവൾ പോയി എന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നു ഏറ്റവും ഫ്രണ്ടിൽ. അവൾ പറഞ്ഞു, കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് ഏറ്റു ചെല്ലാമെന്ന് പറഞ്ഞ് ലോർഡ്സ് പ്രയർ അങ്ങോട്ട് ചൊല്ലി. അവൾ കരങ്ങൾ ഉയർത്തി ഇതാ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയും സംഭവിച്ചത്, പ്രിയമുള്ളവരെ, ആദ്യം ഒരൊച്ച കേട്ടു. ഇതാ ഏറ്റവും വായിക്കുന്നിരുന്ന കൊച്ച് വെട്ടിയിട്ട പോലെ താഴെ. അവൾ എന്ത് ചെയ്തു? കൃപ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടാൻ തുടങ്ങിയതോടുകൂടി അടുത്ത പെണ്ണ് പൊത്തോന്ന് പറഞ്ഞ് താഴേന്ന് വീഴുക മാത്രമല്ല, കാലും കൈയിട്ടടിക്കാൻ തുടങ്ങി. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ 5-8 പിള്ളേർ അവൾ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ 5-8 പിള്ളേർ ആ ദേവാലയത്തിൽ വീണേച്ച് കയ്യും കാലും വിട്ട് പടയ്ക്കാൻ തുടങ്ങി. ഉടനെ സിസ്റ്റർമാർ കുറച്ച് പിള്ളേർ കിടന്ന് കാറി നിലവിളിച്ച് അവർക്ക് പേടിച്ചു പോയി. അപ്പോൾ എന്ത് ചെയ്തു? ഒരാൾ സിസ്റ്ററുടെ അടുത്തോട്ട് ഓടി. സിസ്റ്റർമാർ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച 5-8 പിള്ളേർ ഇതാ ഇതിനകത്ത് കിടന്ന് പാമ്പ് പടയുന്ന പോലെ പടയുന്നു, ചില കൈകാലിട്ടടിക്കുന്നു. ഇതാ ഈ പെങ്കൊച്ച് കരങ്ങൾ ഉയർത്തി മുട്ടുമേ നിൽക്കുന്നു. ഉടനെ സിസ്റ്റർമാർ പേടിച്ചു പോയി. സിസ്റ്റർമാർ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രാർത്ഥന ആദ്യമായിട്ടാണ് കാണും. സിസ്റ്റർമാർ ചോദിച്ചു, എടി നീ എന്തെങ്കിലും ചെയ്തോ ഇവരെ? അന്നേരത്തിന് അവൾ പറഞ്ഞു, ഞാൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും ചൊല്ലിയുള്ളൂ. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, ഞങ്ങളും ചെല്ലാറുള്ളതാണല്ലോ, ഞങ്ങളും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകളും ഉടമ്പടികളും പാലിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, അത് പാലിച്ചൊരു പെൺകുട്ടി ദേവാലയത്തിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എന്നാ സംഭവിച്ചു? സ്വർഗത്തിലിരിക്കുന്ന പിതാവ് താഴേക്ക് ഇറങ്ങി വന്നു. മകള് വിളിച്ചതല്ലേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാമെന്ന് ഓർത്ത് ഇറങ്ങി വന്നതാണ് ഈ കണ്ട സംഭവം. സിസ്റ്റർമാർ എല്ലാം കൂടെ പെണ്ണിൻ്റെ അടുത്ത് മുട്ടുകുത്തി എന്ന് പറയും, എടി ഇവരെ ഒന്ന് ശരിയാക്കാൻ പറഞ്ഞു, എങ്ങനെയാലും ഇവരെ ഒന്ന് റെഡിയാക്കി എടുക്ക്, ഇത് പഴയ പോലെ ആക്കിത്തരാൻ പറഞ്ഞു. എന്തായാലും പിള്ളേരെല്ലാം രക്ഷപ്പെട്ടു. അതോടുകൂടി ആ പിള്ളേരെല്ലാം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഓടി അവളുടെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസ് എന്നെ സ്നേഹിക്കുന്നില്ല, വീട്ടിൽ അപ്പനും അമ്മയും അടിയാണ്, അപ്പൻ മദ്യപാനിയാണ്, കുടുംബത്തിൽ അപ്പനും അമ്മയും തമ്മിൽ വഴക്ക് പിടിച്ച് 2ആയി പിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവൾ അവിടുത്തെ ഒരു കൊച്ചു കൗൺസിലറായി മാറി, യേശുവിനെ കൊടുക്കുന്നവളായി മാറി ആ പെൺകുട്ടി. കണ്ടോ? ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോൾ അവർ ഈ സംഭവം പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ ജീവിതം. ഞങ്ങളവിടെ ചെന്ന് 3 ദിവസം അവിടെ താമസിച്ചു. 3 ദിവസം ധ്യാനമായിരുന്നു അടുത്തുള്ള പള്ളിയിൽ. 3 ദിവസം താമസിച്ച് തിരികെ പോകാറായപ്പോൾ, പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഞങ്ങളുടെ അടുക്കൽ വന്ന് ഈ ആത്മീയ കാര്യങ്ങൾ മാത്രമേ ഇവർ പറയത്തുള്ളൂ. അവസാനം ഞങ്ങൾ പോരുന്ന സമയമായപ്പോൾ, പ്രിയമുള്ളവർ, അവർ വന്ന് പറഞ്ഞു, സത്യത്തിൽ നിങ്ങളിവിടെ വന്ന് താമസിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമോ ബുദ്ധിമുട്ടുകളോ വല്ലതും വന്നോന്ന് ഇനി അറിയാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസമോ ബുദ്ധിമുട്ടോ പോരാൻ നേരത്ത് ഭയങ്കര കാലപ്പെടും. ഞങ്ങൾ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് വെറുതെ വിടും. ഞങ്ങൾ പുറത്തേക്ക് കാറയിൽ കയറി കഴിഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, സത്യത്തിൽ അവരുടെ വീട്ടിൽ നിന്ന് സുഖമായി ഭക്ഷണവും കഴിച്ച് വെള്ളവും കുടിച്ച് അവരെ നിലത്ത് കിടത്തിയിട്ട് നമ്മൾ ബെഡിലും കിടന്നു. അവസാനം ഇനി കാലും കൂടെ പിടിച്ച് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം കൂടെയുള്ളവരുടെ എല്ലാം കണ്ണ് നനഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവർ, അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ അറിയാതെ കൂടുതൽ ദൈവാനുഭവമുള്ളവരായി മാറി അതിനകത്തുണ്ടായിരുന്നവരെല്ലാം. കണ്ടോ? സമ്പന്നമായ ആ കുടുംബത്തിൽ യേശു വസിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന എല്ലാ അടയാളങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അഭിഷേകമുള്ള കുഞ്ഞുങ്ങളായി. അപ്പോൾ യേശുക്രിസ്തു യഥാർത്ഥമായി മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കും, നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അങ്ങനെ വസിക്കുമ്പോഴാണ് തിന്മയുടെ ദുരാത്മാക്കൾ ബഹിഷ്കരിക്കപ്പെടും,
രോഗികൾ സൗഖ്യപ്പെടും, സമാധാനം കിട്ടും, സന്തോഷം ലഭിക്കും. അങ്ങനെ ദൈവകൃപ കൊണ്ട് നമ്മൾ നിറയാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ഇന്നു മുതൽ പരിശ്രമിക്കണം. കർത്താവിൻ്റെ ഒരു വചനങ്ങളും ലംഘിക്കാതെ പഠിച്ച് നമ്മൾ ജീവിക്കണം. പഠിച്ച് ആ വചനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പാലിക്കാൻ പഠിപ്പിക്കണം. നമ്മൾ വീട്ടിലിരുന്ന് നല്ല കാര്യങ്ങൾ മാത്രം പറയണം. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും.